ഹായ് ഹലോ നമസ്കാരം. രാവിലെ സൺഡേ ഞായറാഴ്ച. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഭയങ്കര മടി. ഇന്നലെ ആണെങ്കിൽ വെള്ളത്തിലൊന്നും കടലയോ ചെറുപയറോ ഒന്നും ഇട്ടില്ല. അപ്പോൾ എന്താക്കണം എന്ന് ചോദിച്ച് നോക്കുമ്പോൾ പിന്നെയും മതി പുട്ടൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുട്ടിന് കറിയാക്കണ്ടേ. ഞാൻ ഒരു 3-4 ഉരുളക്കിഴങ്ങുണ്ടായിരുന്നു. അതൊന്ന് കഴുകിയിട്ട് അങ്ങനെ ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തു കേട്ടോ. എന്നിട്ട് കറി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ പുഴുങ്ങിയെടുത്തിട്ട് ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ കടുകല്ല എണ്ണ ഒഴിച്ചിട്ട് ഏലക്കയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂത്തതിന് ശേഷം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്ത് വെള്ളമൊഴിച്ച് കൊടുത്ത്. എന്നിട്ട് ഇപ്പോൾ കുറച്ച് പുട്ടല്ലേ അപ്പോൾ ഒത്തിരി കറി വേണമല്ലോ. അപ്പോൾ കുറച്ച് തേങ്ങ അരച്ച് ജീരകം അരച്ച് നല്ലോണം ഒന്ന് അരച്ചിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കറി നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ ചടപടിയെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി. ഇത് പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ്. ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്, പാച്ചിക്കറി ഉണ്ടാക്കലുണ്ട്. പിന്നെ തേങ്ങയും കൂടെ അരച്ച് ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്, തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാം. അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് തേങ്ങ നല്ലോണം ഒന്ന് അരച്ചെടുത്ത് അങ്ങനെ കറിയാക്കി. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ അല്ല, നല്ല ടേസ്റ്റുള്ള കറി. അപ്പോൾ നല്ല പുട്ടും കറിയും കൂടെ കഴിക്കും, സൂപ്പറായിരിക്കും. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഹാപ്പി സൺഡേ. താങ്ക് യു.